ദേവീ ശരണം നമ്മേ. ഞാനാണീ മലയാള നാട്ടിലൊരുവൻ, സാഹിത്യരംഗങ്ങളിൽ കേമൻ മൂന്നിലൊരുത്തനായി വിലസും സർവജ്ഞപീഠത്തിലും താനെന്നുള്ളൊരഹന്തയൊന്നൊഴിയുവാനുൾത്താരുണർത്തിയിടണേ. താനോ ജീവനൊരസ്ഥിരത്വമതിനാൽ നിസ്സാരമാണൊക്കെയും. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം ഷഷ്ഠസ്കന്ധം 5-ാമത്തെ അധ്യായമാണ് അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹാവിഷ്ണു പറഞ്ഞതനുസരിച്ച് ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് ദേവിയെ തപസ് ചെയ്ത് ആ ദേവിയെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതികളെയാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. സമയാസമയങ്ങളിൽ ദേവി പല അവതാരങ്ങൾ സ്വയം സ്വീകരിച്ചുകൊണ്ട് മഹിഷാസുരൻ, ശുംഭൻ, നിശുംഭൻ, ചണ്ഡൻ, മുണ്ടൻ, രക്തബീജൻ മുതലായിട്ടുള്ള അനേകം അസുരന്മാരെ വധിച്ച് ആശ്രയം ദേവന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിച്ച കാര്യങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് അവർ ദേവിയെ സ്തുതിക്കുന്ന സ്തുതികളാണ് ഭൂരിഭാഗവും. മഹിഷാസുരനെ വധിച്ച് നിശുംഭന്മാരെയെല്ലാം വധിച്ച ദേവിയെ അവിടുത്തെ മായയുടെ പ്രഭാവം കൊണ്ടു തന്നെ ഞങ്ങൾ പിന്നീട് സ്വർഗലോകം തിരിച്ചു കിട്ടിയപ്പോൾ ആ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഓർത്തില്ല, സ്തുതിച്ചില്ല. അത് തെറ്റാണ്. ഇപ്പോൾ വീണ്ടും ഇതാ ഒരു സങ്കടം, ദുഃഖം വന്ന സമയത്താണ് ഞങ്ങൾക്ക് ആ ഓർമ്മ വരുന്നത്. പക്ഷേ ഇപ്പോൾ പൂജകൾ ചെയ്യാനോ മറ്റുള്ള തരത്തിലുള്ള ആരാധനകൾ ചെയ്യാനോ പറ്റാത്ത സ്ഥിതിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം ക്രൂരനായ വൃത്രനെ പേടിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതാ ഞങ്ങൾ മനസ്സുകൊണ്ടർപ്പിക്കുന്നതായിട്ടുള്ള ഈ പ്രാർത്ഥനകളെ സ്വീകരിച്ച് അവിടുന്ന് ഞങ്ങളിൽ പ്രസാദിക്കണമേ എന്ന് ദേവന്മാര് ദേവിയെ സ്തുതിക്കണു. ആരെയാണോ രാഗാദി വികാരങ്ങളും മോഹങ്ങളും അറ്റ മുനികൾ പോലും മോക്ഷത്തിനു വേണ്ടി മനസ്സാ സദാ ഭജിക്കുന്നത്, ഈ സംസാരമാകുന്ന സാഗരത്തെ കടത്തുന്ന തോണിയായ ഹേ ദേവി, അവിടുത്തെ പാദകമലം ഞങ്ങൾ ഭജിക്കണു. സകല വേദങ്ങളും അറിയുന്ന മഹാത്മാക്കൾക്ക് പോലും അവിടുത്തെ വൈഭവം തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ പോലും ഇതാ അവിടുത്തെ മായയിൽ നിന്നും രക്ഷപ്പെടാനായിക്കൊണ്ട് സദാ ദേവിയെ സ്മരിച്ചുകൊണ്ടിരിക്കണു. എന്നെല്ലാം ഇതാ സ്തുതിച്ച് മേധയും കാന്തിയും ശാന്തിയും അവിടുന്ന് തന്നെയാണ്. എല്ലാവർക്കും അർത്ഥബോധമുണ്ടാക്കുന്ന ബുദ്ധിയും അവിടുന്ന് തന്നെയാണ് നൽകുന്നത്. ഈ 3 ലോകത്തും വേണ്ടത്ര എല്ലാവർക്കും വേണ്ടതെല്ലാം തന്നെ സൃഷ്ടിച്ച് അതിനെ പരിപാലിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള
ഹേ ജഗദംബെ, അവിടുത്തെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് കൃപയോടെ സദാ അനുഗ്രഹം നൽകുന്നതല്ലേ അവിടുത്തെ സ്വഭാവം. ഇതായിപ്പോൾ അവിടുത്തെ ആശ്രയത്തിൽ വന്നിരിക്കുന്ന ഞങ്ങളിലും കൃപയുണ്ടാകണേ, ഞങ്ങളെയും അനുഗ്രഹിക്കണേ എന്നൊക്കെ അവര് ദേവന്മാര് ദേവിയെ പ്രാർത്ഥിക്കണു. ഏവം സ്തുതാ സുരൈർദേവി പ്രത്യക്ഷാ സാ ഭവത്തഥാ ചാരുരൂപധരാ തന്വീ സർവാഭരണഭൂഷിതാ സർവത്ര ദേവീ നാമസങ്കീർത്തനം മഹാദേവ്യൈ നമഃ. ഇങ്ങനെ സ്തുതിച്ച ദേവന്മാർക്ക് ആ ദേവി സർവാഭരണഭൂഷിതയായി അതിസുന്ദരിയായിട്ടുള്ള ഒരു കന്യകയുടെ രൂപത്തിൽ പ്രത്യക്ഷമായിട്ട് ദർശനം കൊടുത്തു. പാശം, അങ്കുശം, വരം, അഭയം എന്നിവ 4 തൃക്കൈകളിൽ കിലുങ്ങുന്ന കിങ്ങിണി നിറഞ്ഞ അരഞ്ഞാണ് അണിഞ്ഞ് അരക്കെട്ട്, കുയിൽനാദം പോലെ മധുരമായിട്ടുള്ള ശബ്ദം, അഴകാർന്ന രൂപം, കൈവളകള്, കാൽത്തളകള്, തിങ്കൾ കീറണിഞ്ഞ അതായത് ചന്ദ്രക്കലയുള്ള രത്നകാന്തി ശോഭിതമായിട്ടുള്ള കിരീടം, മന്ദസ്മിതം തൂകുന്നതായിട്ടുള്ള മുഖം, പാരിജാതപ്പൂ പോലെ ഉള്ള ശരീര സൗന്ദര്യം, നന്നായി ഞൊറിഞ്ഞൊടുത്ത രക്താംബരം, ചുവന്ന പട്ട്, തിരുവുടലിൽ പൂശിയിട്ടുള്ള രക്തചന്ദനം, പ്രസന്നമായിട്ടുള്ള മുഖം, സാഗരതുല്യം മലയടിക്കുന്നതായിട്ടുള്ള കരുണാരസം, സർവ ശൃംഗാര വേഷ പ്രൗഢിയോടുകൂടി സർവവേദാന്തപ്പൊരുളും സച്ചിദാനന്ദ സ്വരൂപിണിയുമായ ദേവിയെ മുന്നിൽ കണ്ട് സകല ദേവന്മാരും ആ ദേവിയെ നമസ്കരിച്ചു. അവരിൽ പ്രസാദിച്ച ദേവി സന്തുഷ്ടിയായിട്ട് അവരോട് ചോദിക്കണു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്താണ് നിങ്ങളുടെ ദുഃഖം? എന്തിനു വേണ്ടിയാണ് എന്നെ ഇപ്പോൾ സ്തുതിച്ചത്, പ്രാർത്ഥിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ദേവന്മാർ പറഞ്ഞു, മോഹയൈനം രിപും വൃത്രം ദേവാനാമതിദുഃഖദം യഥാ വിശ്വസതേ ദേവാം തഥാ കുരു വിമോഹിതം ആയുധേ ച ബലം ദേഹി ഹതസ്യാദ്യേന വാരിപോ. ദേവന്മാർക്കെല്ലാം തീരാത്ത ദുഃഖം വരുത്തിവെക്കുന്ന വൃത്രനെ അവിടുന്ന് ഇപ്പോൾ മോഹിപ്പിക്കണം. ദേവന്മാരിൽ അവന് വിശ്വാസമുണ്ടാകുമാറ് അവനെ മോഹവിധേയനാക്കണം. വജ്രായുധത്തിന് അവനെ നിഗ്രഹിക്കാനുള്ള ശക്തിയും നൽകണം എന്ന വരമാണ് ദേവിയോട് ദേവന്മാർ ചോദിച്ചത്. നോക്കൂ, ഇതാണ് ദേവന്മാരെപ്പോഴും. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തപസ് ചെയ്യും, പ്രാർത്ഥിക്കും, ദേവീദേവന്മാരെ പ്രത്യക്ഷമാക്കും. അവർ വന്നാൽ ഇതേമാതിരിയുള്ള കാര്യങ്ങളാണ് ദേവിയിൽ നിന്നും ദേവനിൽ നിന്നും അവരെ പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു അസുരനെ കൊല്ലണം, അവനെ വധിക്കണം, അതിനുള്ള ശക്തി നൽകണം, അല്ലെങ്കിൽ സ്വയം ദേവിയോ ദേവനോ അവതാരമെടുത്ത് വധിക്കണം. എന്നിട്ട് ഇതാ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർഗവും സ്വർഗസിംഹാസനവും സുഖഭോഗങ്ങളും ഞങ്ങൾക്ക് തിരിച്ച് നേടിത്തരണം. ഇത് അവർക്ക് പ്രാർത്ഥനയുള്ളൂ. അല്ലാതെ അവർക്ക് ആ ദേവിയിലോ ദേവനിലോ നിരന്തരമായ ഭക്തി ഉണ്ടാവണം. ഒരിക്കലും ഇടവിളകാത്ത മനസ്സ് ആ ദേവിയിൽ ഉറച്ചുണ്ടാവണം. ധനധാന്യ സമ്പത്തുകളോ സുഖഭോഗങ്ങളോ അല്ല, ആ ദേവിയെ സദാ സ്മരിക്കാൻ കഴിയണം. അവിടുത്തെ പാദങ്ങളിൽ മുക്തി തന്ന് അനുഗ്രഹിക്കണമെന്ന് ഒരിക്കലും ഈ ദേവന്മാർ പ്രാർത്ഥിക്കാറില്ല. അവരുടെ പ്രാർത്ഥനയൊക്കെ നശ്വരമായിട്ടുള്ള ഇതാണ്. അപ്പം നമ്മളും അങ്ങനെയൊക്കെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഭവിക്കട്ടെ എന്ന് ദേവി അവർക്ക് അനുഗ്രഹം കൊടുത്ത് അന്തർധാനം ചെയ്തു. സന്തുഷ്ടരായ ദേവന്മാർ
അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വ്യാസനി 5-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്.